പ്രേക്ഷകർ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിച്ചതാണെന്നാ പറഞ്ഞത്. പക്ഷെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് മനസ്സിലായത്. ഈ കലയുണ്ട്, നിങ്ങളിൽ കലയുണ്ട്. അപ്പൊ നമ്മുടെ അധ്യാപികമാരുണ്ട്. ഇവരൊക്കെയാണ് ഈ കുട്ടികളെ എല്ലാരെയും ചെണ്ടമേളം പഠിപ്പിച്ചത്. നമ്മുടെ കുട്ടികള് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് തായമ്പക അവർക്ക് ചെയ്യാൻ ആഗ്രഹമായിട്ട് പഠിച്ചതാ. ഒരു ഷോർട്ട് ടൈമിൽ പഠിച്ച് പെർഫോം ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഈ ഒരു സ്വർണ്ണക്കപ്പ് വരുന്ന ഒരു ഘോഷയാത്രയിൽ അവർക്കത് അവതരിപ്പിക്കാം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ വന്നതാ. കുട്ടികൾ പക്ഷെ നല്ലോണം പെർഫോമൻസ് ചെയ്തു. അതെ, ഈ ഒരു ഷോർട്ട് ടൈമിലാണ് പഠിച്ചതെങ്കിലും നമുക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ജില്ലയിൽ വന്നപ്പോ ഫസ്റ്റും സെക്കൻഡും ഒന്നും കിട്ടിയില്ല. എന്നാലും അവർക്ക് ഒരു താല്പര്യം വന്നു. അടുത്ത പ്രാവശ്യം ഇവർ കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഒരു കലോത്സവത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ആ ഒരു കലയോടുള്ള താല്പര്യം കൂടുതൽ അത് വർദ്ധിപ്പിക്കാനും അടുത്ത വർഷം ഇതിനെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊരു വാശി അവർക്ക് വരാനും ഒക്കെ യൂത്ത് ഫെസ്റ്റിവൽ ഹെൽപ്പ് ചെയ്തു. ഒരു കുറഞ്ഞ സമയം കൊണ്ടാണ് ഇവരെല്ലാരും ഈ ഒരു ചെണ്ടമേളം പഠിച്ചതും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തതും. ഹാപ്പിയാണ് എല്ലാവരും? ഹാപ്പി. ചെണ്ടമേളം പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? ചെണ്ടോളം പഠിക്കാൻ വല്ല പാടൊന്നുമില്ല, എളുപ്പമാണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. കറക്റ്റ് തിരുവനന്തപുരം ലാംഗ്വേജ് പറയോ? അത്രേ ഉള്ളു, അല്ലാതെ വേറൊന്നുമില്ല. എളുപ്പമാണ്. എളുപ്പമാണോ ചെണ്ടമേളം? ഇഷ്ടപ്പെട്ടു? അപ്പൊ വളരെ ആവേശത്തോടെയാണ് ആ ചെണ്ടമേള കാര്യങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ